ഹലോ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് കസിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വേറെ കുറച്ച് കസിൻസും കൂടെ വരുന്നുണ്ട്. ഇതാണ് രശ്മി ചേച്ചി. അപ്പോൾ ഇനി 2 ദിവസം ഇവിടെയാണ്. അപ്പോൾ ഇത് കീർത്തന സുരേഷ്, ഇത് രശ്മി ചേച്ചിയുടെ മോൾ അച്ചു ആൻഡ് ഇതാണ് അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡ്. അവർക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും ബാക്കിൽ തന്നെ ഉണ്ട്. ചക്ക, മാങ്ങ, തേങ്ങ, കുരുമുളക് തുടങ്ങിയ എല്ലാം അവിടെയുണ്ട്. ഈ ഏണി അപ്പുറത്തെ വീട്ടിലെ നമുക്ക് ചാടിക്കിടന്ന് സംസാരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു അടുപ്പും കൂടെ കണ്ടു. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. നിശ്ചയമായിട്ട് കുറച്ച് നേരം ഊഞ്ഞാലാടി. ഞാൻ രശ്മി ചേച്ചി നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അമ്മയാണ് ഈ കുട്ടി എന്ന് കണ്ടാൽ പറയില്ലല്ലോ. എല്ലാ ഫാമിലിയിലെ മെമ്പേഴ്സുമായിട്ട് സിങ്ക് ആവുന്ന ഒരാളാണ് രശ്മി ചേച്ചി. കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവരുടെ കൂടെയും സിങ്ക് ആവുന്ന ആളാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കാർത്തിക മോഹൻദാസ് എത്തി. പിന്നെ ഞാനും കാർത്തുവും കൂടെ ഒന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറികളും കുറച്ച് സ്നാക്സും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മാജിക് പോപ്സ് കണ്ടു. അതും മേടിച്ചു. എല്ലാം മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ നിച്ചിക്കുട്ടി നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി. അപ്പോഴത്തേക്കും തന്നെ ബാക്കി എല്ലാ കസിൻസും എത്തിയായിരുന്നു. എല്ലാവരും നിച്ചുവിൻ്റെ പുറകിലാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ എല്ലാവരും കളിപ്പിക്കുന്ന ഒരാൾ നിച്ചുവാണ്. ഏറ്റവും സ്മോൾ ബേബി നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ നിച്ചുവാണ്. പിന്നെ എല്ലാവരും മാജിക് പോപ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. ആദി, സുദിന, ഇതെൻ്റെ അടുത്ത കസിനാണ് സുദിന. അപ്പം ആദി എല്ലാവരും അത് ട്രൈ ചെയ്തു. എല്ലാവർക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നിച്ചുവിന് പണ്ടത്തെ അച്ചുവിൻ്റെ ഒരു ടോയ് കിട്ടി. നിച്ചു അത് വെച്ച് കുറച്ച് നേരം കളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വാട്ടർമെലനൊക്കെ കഴിച്ചു. ഡിന്നർ പ്ലാൻ ഇട്ടു. ദോശയാണ് ഡിന്നർ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം അച്ചു നമുക്ക് ദോശ ഉണ്ടാക്കി തരുന്നുണ്ട്. അച്ചു ആണെങ്കിൽ ഫുൾ ഹോസ്റ്റ് മോഡാണ് നമ്മളെല്ലാവരെയും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. കുറച്ച് പേര് ചോറ് കഴിച്ചു. അപ്പം പൊട്ടാറ്റോ ഫ്രൈയും ചോറും നമ്മുടെ ഫേവറേറ്റ് ആട്ടോ. ഇവിടെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊട്ടാറ്റോ ഫ്രൈ എടുക്കാൻ ശ്രമിക്കുന്ന സുദിനേനെയാണ്. കാർത്തു അതിൽ അതിബുദ്ധിപൂർവ്വം തുപ്പി വെച്ചു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കസിൻസ് കൂടുമ്പോഴുള്ള പരിപാടികൾ. പിന്നെ അതും കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ച് നമ്മുടെ പാട്ട് കച്ചേരി നമ്മൾ തുടങ്ങുകയാണ് നിച്ചുവിന് വേണ്ടി. അങ്ങനെ പാട്ട് കച്ചേരിയൊക്കെ കഴിഞ്ഞ് നിച്ചുവിനെ വെറുപ്പിച്ച് നമ്മൾ ഉറങ്ങാനുള്ള പ്ലാൻ സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ വിഷ്ണു ഋതുവും അതിനുള്ള ഷീറ്റ്സൊക്കെ കൊണ്ടുവന്നു. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും കിടക്കുന്നത്. പിന്നെ രശ്മി ചേച്ചിയുടെ കയ്യിലുള്ള വേറെ വലിയൊരു അസറ്റ് എന്താണെന്ന് വെച്ചാൽ ആളുടെ ഹസ്ബൻഡ് സൗദിയിലാണ്. അപ്പോൾ എപ്പോഴും എല്ലാ വർഷവും അയച്ചു കൊടുക്കാൻ വേണ്ടി അച്ചുവിൻ്റെയും ബാക്കി എല്ലാവരുടെയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ അച്ചുവിൻ്റെ ഈ വീഡിയോസൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെ വീഡിയോസും ഉണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞിലെ വീഡിയോസാണ്. അത് കണ്ട് ഞങ്ങൾ ചിരിക്കുന്നതാണ്. അപ്പം എല്ലാവരുടെ വീഡിയോസ് ഇതുപോലെ രശ്മി ചേച്ചിയുടെ കയ്യിലുണ്ട്. അച്ചു ആണെങ്കിൽ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട് കുട്ടിയായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിച്ചിക്കുട്ടി പയ്യെ ഉറങ്ങാനായിട്ട് പോയി. എല്ലാവരും നിച്ചുവിനോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോയി. ഞങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് അവൾക്കത് വലിയൊരു ടൈം പാസ് ആയിരിക്കും. ചിലപ്പോൾ ശല്യമായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും അവളത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും കൂടെ ഒരു റൂമിൽ തന്നെ കിടന്നു. രാവിലെ ആയി. നിച്ചു പേസ്റ്റും എടുത്ത് നടപ്പായിരുന്നു. അപ്പോൾ പേസ്റ്റ് കിട്ടാൻ വേണ്ടി നിച്ചുവിൻ്റെ അടുത്ത് പോയി. അവൾ നല്ല കുട്ടിയായിട്ട് അതൊക്കെ തന്നു. പിന്നെ മോർണിംഗ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ നിച്ചുവിനെയും കൂട്ടി ഒരു കുട്ടി മോർണിംഗ് വാക്കിന് പോയി. രശ്മി ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് കുറേ സ്ഥലങ്ങളുണ്ട്. മയിലൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഒത്തിരി പാടങ്ങളും ഒക്കെ. പിന്നെ നിച്ചുവിനോട് ഒരു ഉമ്മ ചോദിച്ചു. ഒരു രീതിക്കും അടുക്കുന്നില്ലായിരുന്നു. ഫിഷിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഗൈസ്, രാവിലെ എഴുന്നേറ്റ് മീൻ പിടിക്കാൻ പോയ 2 വ്യക്തികളെയാണ് നിങ്ങൾ കാണുന്നത്. അവരൊരു ബക്കറ്റുമായി വരുന്നുണ്ട്. ബക്കറ്റിനകത്ത് സാധനങ്ങളുണ്ടോ എന്ന് കണ്ടറിയാം. നോക്കട്ടെ മീന്. ഓ, മീനുകളുണ്ട്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് മീൻ പിടിക്കാൻ പോയ 2 നല്ല വെള്ളത്തിലിട്ട കാണും. ഉണ്ട്. ഫിഷ് നോക്കിക്കേ. ഈ മുമ്പിലുള്ള കനാല് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാട്ടോ. എപ്പോഴും കുട്ടിക്കാലത്ത് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതിൽ കുറേ കളിക്കും. കല്ലെറിഞ്ഞും അതിലിറങ്ങിയും ഒക്കെ കളിക്കും. ബട്ടർഫ്ലൈക്ക് മമ്മം കൊടുക്കട്ടെ. ബട്ടർഫ്ലൈ വായോ. ബട്ടർഫ്ലൈക്ക് മമ്മം വേണോ? നിച്ചുവിന്റെ മമ്മം വേണോ? നിച്ചു എങ്ങനെ കഴിക്കാൻ കാണിച്ചു കൊടുക്കും. ബട്ടർഫ്ലൈ വരും. അപ്പൊ ആ ബട്ടർഫ്ലൈ വരും. നിച്ചു കഴിച്ച ബട്ടർഫ്ലൈ വരും. ഓക്കേടാ, താങ്ക്സ് ബേബി, ബൈ. ഈ പ്രായത്തിലുള്ള ബാക്കിയുള്ള പിള്ളേരെ കമ്പയർ ചെയ്യുമ്പോൾ നിച്ചിക്കുട്ടി ഒരു പാവം ബേബിയാട്ടോ. അനാവശ്യമായിട്ടുള്ള ഒരു വാശിയും പ്രശ്നങ്ങളും ഒന്നുമില്ല. മിക്ക സമയം ആള് കൂളാണ്. വളരെ ചുരുക്ക സമയമാണ് ഈ വാശിയും പ്രശ്നമൊക്കെ കാണിക്കാറുള്ളൂ.
ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് ആൾക്ക് ചെറിയൊരു മടിയുള്ളത്. ഞാനുണ്ടെങ്കിൽ ഞാൻ പുറത്തോട്ടൊക്കെ എടുത്തുകൊണ്ട് പോയി കാക്കേനെയും പൂച്ചേനെയും ബേർഡിനെയൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ നോക്കും. പിന്നെ ആദ്യം ഒരു അടിപൊളി അമ്മയാണ്. അനാവശ്യമായിട്ട് ഇങ്ങനെ കുത്തിത്തുരുക്കി ഫുഡൊന്നും കൊടുക്കത്തില്ല. കുട്ടി മതീന്ന് പറയുമ്പോൾ ആദ്യം നിർത്തിക്കോളും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാൻ തുടങ്ങി. നമ്മൾക്ക് ദോശയും ചട്നിയും ബ്രെഡും സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രേഷ്മി ചേച്ചി. രാവിലെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തേക്കുള്ള പരിപാടികൾ തുടങ്ങി. തേന്മാവിൻ കൊമ്പത്ത് മൂവി അവിടെ പ്ലേ ആവുന്നുണ്ടായിരുന്നേ. അത് നോക്കി നമ്മൾ കട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു റെഡ് ബിരിയാണിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ കുഞ്ഞുമാണ് നമ്മുടെ മെയിൻ ഷെഫ് ആൻഡ് രേഷ്മി ചേച്ചിയും കുഞ്ഞും കൂടെ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തു. ആൻഡ് ആദ്യ സാലഡ്സ് ഒക്കെ അതിനുള്ള എല്ലാ സാധനങ്ങളും കട്ട് ചെയ്തു. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ വന്നു. ഇനി നമ്മൾ സൂപ്പർ അടിപൊളി ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. കീർത്തനയും രശ്മിയും കൂടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കുളിച്ചു. ഞാനിവിടെ അച്ചു ഉണ്ട്, അച്ചു കുളിച്ചു. നമുക്ക് ആൾക്കാരുടെ എണ്ണം ഉണ്ടായിരുന്നു. കുക്കറാണെങ്കിൽ ചെറുതുമായിരുന്നു. അപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് കുക്ക് ചെയ്തത്. കുഞ്ഞു അത്യാവശ്യം നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ. നമ്മളെപ്പോഴും കുഞ്ഞു ചുമ്മാ തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോലും ആ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനൊരു ടേസ്റ്റ് കാണും. അപ്പോൾ എല്ലാ കസിൻസും കൂടി ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. ഫുഡിന് ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും കൂടി കഴിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷവും സുഖമൊക്കെ വേറെ തന്നെയല്ലേ. പിന്നെ നമ്മളെല്ലാവരും കൂടെ റൂമിൽ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് അടിയും കളിയും ചിരിയൊക്കെ ആയിട്ട്. അപ്പോഴാണ് ഇനി നമ്മുടെ മെയിൻ ഹൈലൈറ്റ് താരം എത്തിയത്. അതായത് ഒരു ചെറിയ കായക്കിംഗ് സാധനമുണ്ട് ഇവിടെ, ഒരു ബോട്ട്. അപ്പോൾ അതിൽ എയർ ഫില്ല് ചെയ്യാൻ വേണ്ടി രേഷ്മി ചേച്ചിയും കാർത്തവും കൂടെ പോയി. ആ സമയം നമ്മളിവിടെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ക്രിക്കറ്റിൻ്റെ ABCD അറിയാത്ത ഞാൻ ബാറ്റും പിടിച്ച് അവിടെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ അച്ചുവും സുധിനയും എല്ലാവരും കുറച്ച് നേരം ക്രിക്കറ്റൊക്കെ കളിച്ചു. ഇച്ചിക്കുട്ടി അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മെയിൻ താരം എത്തി. ഇവരിതിൽ എയർ ഫില്ല് ചെയ്തിട്ട് വരുമോയെന്ന് ഡൗട്ടായിരുന്നു. കാര്യം സൺഡേ ആയിരുന്നു. എവിടെ പോയി ചെയ്യുമെന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ അവരെവിടെയൊക്കെയോ പോയി അത് സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ആരിറങ്ങും എന്നുള്ളതാണ് അടുത്ത കാര്യം. എല്ലാവർക്കും ആദ്യം ഇറങ്ങണം. വലിയ ആഴമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് സേഫാണ്. അപ്പം ആദ്യം സുധിനയും കാർത്തുവും കൂടെ ഇറങ്ങാനുള്ള പ്ലാൻ ചെയ്തു. ഇവർ രണ്ടുപേരും എൻ്റെ ഫസ്റ്റ് കസിൻസ് ആണ്. ഈ കനാല് എവിടെ? കാറ്റില്ല. മാമ ആയുധം പോട്ടെ. ആ കയറ് എൻ്റെ അടുത്ത കസിൻ പൃഥ്വിയുടെ കയ്യിലാണ്. അവരത് നോട്ടീസ് ചെയ്യുന്നേയില്ല. അവർ തലങ്ങും വിലങ്ങും ഇട്ട് തുഴയാൻ നോക്കുവാണ്, മൂവ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ ഒരു രീതിക്ക് അത് നടക്കുന്നില്ലായിരുന്നു. പിന്നെയാണ് അവർ റിയലൈസ് ചെയ്തത് കയർ ഇവിടെ പിടിച്ചിരിക്കുകയാണ്. പിന്നെ അതൊക്കെ അഴിച്ചു കൊടുത്തു. അവരെങ്ങനെയൊക്കെയോ തുഴഞ്ഞു പോകാൻ തുടങ്ങി. നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയതും പിന്നെ അവർക്കൊരു ഫ്ലോ കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാതെ അവർ പോകാൻ തുടങ്ങി. പിന്നെ നമുക്കാർക്കും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അങ്ങ് തുഴഞ്ഞ് തുഴഞ്ഞ് പഠിക്കാം. അപ്പോൾ കുറച്ച് ദൂരം ഒരു 500 മീറ്ററോ ഒരു 800 മീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ വീണ്ടും ഒരു പാലം പോലത്തെ ഒരു കമ്പിയുണ്ട്. അവിടെ നിന്നാണ് അത് എൻഡ് ചെയ്തിട്ട് അവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഒരു സ്കൂട്ടർ എടുത്തിട്ട് ഒരാൾ അങ്ങോട്ട് പോയിട്ട് അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത 2 പേര് പോകാൻ തുടങ്ങി. പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ റിയലൈസ് ചെയ്തു അതിൽ ചെറിയൊരു ഹോൾ ഉണ്ടെന്ന്. വെള്ളം ചെറുതായിട്ട് കയറാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഈ പിള്ളേർ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ ബാക്കി ആർക്കും ഇരിക്കാൻ പറ്റിയില്ല. ഞാനും ഇരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴത്തേക്കും നിച്ചിക്കുട്ടിയുടെ ഹെയർ കുറച്ച് രേഷ്മി ചേച്ചി കട്ട് ചെയ്ത് കൊടുക്കാന്നുള്ള പ്ലാൻ ഇട്ടു. അപ്പം അതും കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെയും വിളിച്ചുകൊണ്ട് വന്നു. എല്ലാവരും കൂടെ ദേ വണ്ടിയിലങ്ങ് എത്തി. നല്ല അടിപൊളി സീനായിരുന്നു. എന്തോ വലിയ കടലിലൊക്കെ പോയി ഒരു ഷാർക്കിനെയൊക്കെ പിടിച്ചിട്ട് വന്നൊരവസ്ഥയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ആ പാലം ക്രോസ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ പോവാനുള്ള സമയമായി. ഉച്ചക്കലത്തെ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാവരും കൂടെ കഴിച്ചു. അല്ലെങ്കിലും ഒരു പ്ലേറ്റിൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ്. അപ്പോഴത്തേക്കും എൻ്റെ ബ്രദർ വന്നു നമ്മളെയൊക്കെ പിക്ക് ചെയ്യാൻ. നമ്മൾ പോവാണ്. നല്ല അടിപൊളി 2 ദിവസമായിരുന്നു. പിന്നെ അത്രയേ ഉള്ളൂ. ബൈ.